അമേരിക്കയിലേക്ക് പോകുന്ന അധ്യാപകർക്ക് കർശന നിർദ്ദേശവുമായി കനേഡിയൻ സർവകലാശാലയിലെ അക്കാദമിക് വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി നയതന്ത്ര ബന്ധം മോശമായ രാജ്യങ്ങളിൽ നിന്നുള്ളവരോ ട്രംപ് ഭരണകൂടത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചവരോ ആയ അക്കാദമിക് വിദഗ്ധർ അല്ലെങ്കിൽ വിദേശികൾ US യാത്രകൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത തീരുമാനങ്ങൾ കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ അധ്യാപകർക്ക് US എത്താൻ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം US പോയ ഒരു കൂട്ടം കനേഡിയൻ അധ്യാപകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കനേഡിയൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ട്രാൻസ്ജെൻഡർ ആയവരോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് തോന്നിപ്പിക്കുന്നവരോ കഴിവതും US പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും അസോസിയേഷൻ പറഞ്ഞു. ഇവരെ കൂടാതെ നിലവിൽ US സർക്കാരിന്റെ വീക്ഷണങ്ങളോട് വിയോജിപ്പുള്ള ജോലി ചെയ്യുന്നവരായ അക്കാദമിക് വിദഗ്ധർ മുൻകരുതലുകൾ എടുക്കണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. US യാത്ര ചെയ്യുന്ന ഏതൊരാളും അതിർത്തി സുരക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഫോണുകളിലോ ലാപ്ടോപ്പുകളിലോ മറ്റ് ഉപകരണങ്ങളിലോ ഉള്ള വിവരങ്ങളെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കണമെന്നും ഏതെങ്കിലും സ്വകാര്യ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡേറ്റ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനുവരിയിലെ തന്റെ 2ാം ടേമിൽ അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ നിരവധി മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലായും കുടിയേറ്റ നിയമങ്ങളും രാജ്യസുരക്ഷയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു നടത്തിയ പദ്ധതികളുമാണ്. അനധികൃതമായി കുടിയേറ്റം നടത്തിയെന്നാരോപിച്ച് നിരവധി കുടിയേറ്റക്കാരെയാണ് ട്രംപ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നാടുകടത്തിയത്. ഇതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യക്കാർ ഉൾപ്പെട്ടിരുന്നു. അതുപോലെ US എല്ലാ അതിർത്തികളിലും നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. താരിഫ് നടപടികളുടെ ചൂടൻ ചർച്ചകൾ അമേരിക്കയും മറ്റു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നതുകൊണ്ട് തന്നെ പലരും ഇത് നിന്നുപോയിട്ടുണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ താരിഫ് നടപടികൾ നടക്കുമ്പോഴും അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമായി തന്നെ അതിർത്തിയിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിന്റെ തെളിവുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കാനഡയിൽ നിന്നുള്ള ജാസ്മിൻ മൂണി, ജർമ്മനിയിൽ നിന്നുള്ള 2 വിനോദസഞ്ചാരികൾ, വെയിൽസിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരി എന്നീ വിദേശികളെ സുരക്ഷാ സംഘം മുൻകരുതലുകളുടെ ഭാഗമായി ഒരാഴ്ചയിലേറെയായി തടങ്കലിലോ അല്ലെങ്കിൽ മറ്റ് സംരക്ഷണ കേന്ദ്രങ്ങളിലോ പാർപ്പിച്ചതായി വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കനേഡിയൻ സർക്കാർ അടുത്തിടെ US യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായി കുറച്ച് നിർദ്ദേശങ്ങൾ ഇറക്കിയിരുന്നു. അതിർത്തി ഉദ്യോഗസ്ഥരുടെ സൂക്ഷ്മ പരിശോധന ഉണ്ടായിരിക്കും. അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളതായി കണ്ട് പ്രവേശനം നിഷേധിച്ചാൽ തടങ്കലിൽ വെക്കാനുള്ള സാധ്യത കൂടുതലായി ഉണ്ടെന്നും താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ കണക്കുകൾ പ്രകാരം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ക്രോസിംഗുകൾ ഒരു വർഷം മുൻപത്തെ അപേക്ഷിച്ച് ഏകദേശം 32% അല്ലെങ്കിൽ 8,64,000 യാത്രക്കാരുടെ കുറവുണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ അധിനിവേശ ഭീഷണികളിലും വ്യാപാര യുദ്ധത്തിലും പല കനേഡിയന്മാരും രോക്ഷാകുലരാണ്. പക്ഷേ US പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 11 വർഷമായി താൻ കാനഡയിലെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനാവശ്യമല്ലാത്ത US യാത്രകൾക്കെതിരെ ഇതാദ്യമായിട്ടാണ് തന്റെ ഗ്രൂപ്പ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് റോബിൻസൺ പറഞ്ഞു. കനേഡിയൻ ജനത മാത്രമല്ല എല്ലാ വിദേശികളും സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു.